നമ്മുടെ ഇന്നത്തെ കഥാനായകൻ ഇവനാണ് കേട്ടോ. ഇനി എനിക്ക് കിട്ടിയത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ്. ഇവൻ്റെ പേര് ഷാർപ്പെക്സ് 360 ഡിഗ്രി റൊട്ടേഷൻ ബ്ലേഡ് മാനുവൽ ഗ്രാസ് ഹെഡ്ജ് ഷിയേഴ്സ് എന്നാണ് കേട്ടോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ടൂൾസായ ഒരു കത്രിക എന്ന് തന്നെ പറയാം. ഇവനെ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പുല്ല്, ചെറിയ ചെടികൾ ഇവയുടെയൊക്കെ എഡ്ജ് വെട്ടാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ ഒരു ഗാർഡനിൽ ഗ്രാസ് ഇങ്ങനെ വളർന്ന് നിൽക്കുവാണ് കേട്ടോ. ഇപ്പോഴത്തെ പാമ്പിൻ്റെ ശല്യത്തിന് നമ്മളിത് നോക്കണമല്ലോ. ഇങ്ങനെ കിടന്ന നമ്മുടെ ഗാർഡൻ ആയിരുന്നു കേട്ടോ. നല്ല വേനലായിരുന്നു. അപ്പം നമ്മളിതാ ഈ ഒരു പച്ചനെറ്റ് വലിച്ച് കെട്ടിക്കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ലതായിട്ട് വളരാൻ തുടങ്ങി. അതൊന്ന് വെട്ടി ശരിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്രിക വാങ്ങിയത്. വീഡിയോസൊക്കെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും ഞാനിത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുകൊണ്ട് ഞാൻ ഈ പുല്ല് ഫുള്ളായിട്ടും അങ്ങ് വെട്ടാമെന്ന് ഓർത്തു കേട്ടോ. പക്ഷെ നല്ല മൂർച്ചയുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെട്ടിയെടുക്കാൻ പറ്റുമോ. ഞാൻ പുല്ല് വെട്ടുന്ന മെഷീൻസൊക്കെ നോക്കിയായിരുന്നു. അത് നല്ല കോസ്റ്റ്ലിയാണ്, അത്യാവശ്യം നമുക്ക് വൈദ്യുതി ഉപയോഗം വേണ്ടതുമാണല്ലോ. ഇതാകുമ്പോഴത്തേക്കും വൈദ്യുതിയുടെ ഉപയോഗവും ഇല്ല, മാനുവലായിട്ട് നമുക്ക് യൂസും ചെയ്യാം. കയ്യിൽ നന്നായിട്ട് പിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് 360 ഡിഗ്രി തിരിയുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും അത് വെട്ടിയെടുക്കാവേ. നല്ല വൃത്തിയായിട്ട് നമുക്ക് പറ്റ വെട്ടി അങ്ങ് പുല്ലെടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ മഴയാകുമ്പോഴത്തേക്കും നന്നായിട്ട് കിളുത്ത് വന്നോളൂല്ലോ. പക്ഷേ ഇത് നന്നായിട്ട് കയറി വന്നുകൊണ്ട് ഇതിനകത്തൊരു പാമ്പ് കിടന്നാൽ പോലും നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അത്രയും നശിച്ചു പോയ പുല്ല് ഇത്രയൊക്കെ കയറി വന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നേ. അപ്പോൾ നന്നായിട്ട് വളർന്നുകൊണ്ടാണ് നമ്മളിത് വെട്ടാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി ഇപ്പോൾ ഒത്തിരി രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തപ്പിയെടുത്തത് കേട്ടോ. പക്ഷേ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. അതായത് ഫുള്ള് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ വീഡിയോ നോക്കിയാൽ നല്ലതായിട്ട് വെട്ടാൻ പറ്റി കണ്ടോ. ഇനിയിപ്പോൾ നമ്മളിതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയാലും വെള്ളമൊക്കെ വീണ് മഴയൊക്കെ പെയ്ത് സാധാ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് തന്നെ കയറി വന്നോളും. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്ത് കയറി കിടന്നാലും നമുക്കറിയാൻ പറ്റുമല്ലോ. എന്തായാലും നല്ല പ്രോഡക്റ്റാണ്. ഇഷ്ടമായാൽ വാങ്ങി നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.